ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ എന്നായിരുന്നു ദി ട്രൂത്ത് അബൌട്ട് മാൽദീവ്സ്. അപ്പോൾ ഞാനിപ്പോൾ മാലയ്ക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ മാൽദീവ്സിനെ പറ്റിയുള്ള സെക്കൻഡ് പാർട്ട് കേൾക്കണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ വായോ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് മാൽദീവ്സിനെ പറ്റി പറയുമ്പം ഈ മാലയുടെ അടുത്തെത്താറായി കേട്ടോ. മാല സിറ്റിയുടെ അടുത്തെത്താറായി. എന്നാൽ പിന്നെ യാത്രയിൽ തന്നെ നിങ്ങളോട് ബാക്കി കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് ഞാനും കരുതി. അപ്പോൾ നിങ്ങൾ ആ ദൂരെ കാണുന്ന ബ്രിഡ്ജ് കണ്ടോന്നേ. ആ ബ്രിഡ്ജിന് ഒരു സവിശേഷതയുണ്ട്. അത് രണ്ട് സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യണം കേട്ടോ. ഹുളുമാലയും അതുപോലെ മാലേ സിറ്റിയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ബ്രിഡ്ജാണ്. അത് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ. പക്ഷെ അതിനൊരു സവിശേഷമായ ഒരു നെയിമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ്. അങ്ങനെയുള്ള ഒരു 4 വരി പാതയാണിത്. അത് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും അതുപോലെ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കി നിൽക്കാനും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മുടെ മാൽദീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ടോപ്പിക്കിൽ നിന്ന് ഇടയ്ക്ക് വഴുതി മാറുന്നുണ്ടല്ലേ. എനിവേ, 1000-ലേറെ ദ്വീപുകളുള്ള ഒരു സ്ഥലമാണ് മാൽദീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അവിടെ നമുക്ക് ഓല കൊണ്ട് എങ്ങനെ റോയലാകാം എന്ന് കണ്ടുപിടിച്ച ഒരു രാജ്യവും കൂടെയാണ് മാൽദീവ്സ്. അങ്ങനെ ഒരു സവിശേഷത നമുക്ക് പറയാം. എന്നായിരിക്കും അല്ലേ? നമ്മുടെ റിസോർട്ടുകൾ നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം മാൽദീവ്സിലെ റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല ആംബിയൻസും അതുപോലെ നല്ല ഡെവലപ്മെൻറ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഇവർ ചെയ്തിരിക്കുന്ന ഓല മേഞ്ഞിട്ടാണ്. ഈ കടലിൻ്റെ പൊക്കത്തുള്ള വീടുകളും എല്ലാം ഓല മേഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതൊരു എന്താ പറയുന്നത്, അതൊരു റോയൽ ലുക്കാണ് അതിന്. പക്ഷേ ഉള്ളൊരു കുഴപ്പം, ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് കേട്ടോ. ഒരു രാത്രി നമ്മൾ നിൽക്കണമെങ്കിൽ അറൗണ്ട് 4 to 5 ലാക്കോളം കൊടുക്കണേ. അതുപോലെ മദ്യനിരോധിതമായ ദ്വീപുകളുള്ള സ്ഥലം കൂടിയാണ് മാൽദീവ്സ്. പക്ഷെ നമുക്ക് റിസോർട്ടുകളിലൊക്കെ ഒരുപാട് വിലയിൽ മദ്യം കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് അത് വാങ്ങാനോ വിൽക്കാനോ സാധാരണക്കാർക്ക് പറ്റില്ല. എന്നായിരിക്കും അല്ലേ? റിസോർട്ടിൽ അവരതിനൊരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലോക്കലായിട്ട് ചെന്ന് വാങ്ങാനോ അങ്ങനെ ഒന്നും പറ്റില്ല. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും അതുപോലെ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന കപ്പിൾസോ അങ്ങനെ വരുന്ന ആൾക്കാർക്കോ ട്രാവലിംഗ് ചെയ്യണമെങ്കിലോ പുറത്തോട്ട് പോകണമെങ്കിലോ എല്ലാം റിസോർട്ടിലെ ബോട്ടിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് ഒരു ബോട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ മദ്യം മേടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മാലയിലോട്ട് വരുന്ന ആൾക്കാരോടാണ് നടക്കില്ല മക്കളെ. പക്ഷേ ഇവിടെ സുലഭമായി കിട്ടുന്ന വേറൊരു സാധനമാണ് ഡ്രഗ്സ്. അത് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതുമാണ്. അതുപോലെ അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് കേട്ടോ. എന്ന് വെച്ചാൽ അവരിൽ നിന്ന് നമുക്ക് ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എന്തായാലും അവരുടെ ലൈഫ് സ്റ്റൈൽ ആകെ ഒരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോൾ 2 കെട്ടിയതായിരിക്കാം, അമ്മ ഓൾറെഡി കെട്ടിയിട്ട് വീണ്ടും ആരെങ്കിലും കൂടെ കെട്ടി അവരുടെ കൂടെ താമസിക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു കുത്തഴിഞ്ഞൊരു ലൈഫ് സ്റ്റൈല്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഇന്ത്യക്കാരോട് അവർക്ക് വളരെ പുച്ഛവും പരിഹാസവുമാണ്. അപ്പം നമ്മൾ തന്നെ മാലയിലെത്തി. ഇനി നമുക്ക് കുറച്ച് മാർക്കറ്റ് വിശേഷങ്ങൾ കേട്ടാലോ? മാർക്കറ്റിലോട്ട് പോകാൻ അടിപൊളിയാട്ടോ. ഒരു ഭാഗത്ത് പച്ചക്കറിയും ഒരു ഭാഗത്ത് മീനുകളും. മീൻ മാത്രം വെക്കുന്ന ഭാഗത്ത് നല്ല ഭംഗിയാണ്. അവിടെ മീനൊക്കെ വെട്ടി മിനുക്കി സുന്ദരം കുട്ടപ്പന്മാരാക്കിയിട്ടാണ് കേട്ടോ ഇവർ വിൽക്കുന്നത്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇടാവേ. അപ്പോൾ ഈ ചേട്ടന്മാർ നമ്മുടെ കട്ട് പ്രോസസ്സ് എങ്ങനെ ചെയ്യണമെന്ന് കേൾക്കണ്ടേ? നല്ല രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയൊക്കെ നല്ല താളത്തിലും നീളത്തിലും മീനിൻ്റെ തലയൊക്കെ ഇങ്ങനെ വെട്ടി അങ്ങ് എടുക്കും. അത് വെട്ടുന്ന കണ്ടാലോ മീനിന് പോലും വേദനയ്ക്കില്ല എന്നൊരു മട്ടിലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കീറിയെടുത്ത് അതിൻ്റെ ഉള്ളിൽ 2 കഷ്ണങ്ങളാക്കിയ മീൻ മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുള്ളും കുടലും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ഇറച്ചി എങ്ങനെ കിട്ടണേ അതുപോലെ മുറിച്ചങ്ങ് വെക്കും. എന്നിട്ടാണ് കേട്ടോ ആൾക്കാർ മേടിച്ചിട്ട് പോണേ. മെയിൻലി ഇവർ യൂസ് ചെയ്യണത് ചൂരയാണ് കേട്ടോ. ഇതെല്ലാം പ്രോസസ്സിങ് ഇവരൊരു 3 to 5 minutes കൊണ്ട് പരിപാടി തീർക്കും. അത്ര ഗംഭീര ചേട്ടന്മാർ. നമുക്ക് ചെറുത് തൊട്ട് വലിയ മീൻ വരെ കിട്ടുവേ. അപ്പോൾ ഞാൻ മാലേ സിറ്റിയിലെത്തി. ഞങ്ങൾ ബോട്ടിയെട്ടിയിൽ ഇറങ്ങാൻ പോകാട്ടോ. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.